ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. നമ്മൾ പഴശ്ശി കലാപത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം, കുറിച്യർ കലാപം, മാപ്പിള ലഹളകൾ, അതുപോലെ തന്നെ ശ്രീരംഗപട്ടണം ഉടമ്പടി, കുണ്ടറ വിളംബരം എപ്പോഴാണ് നടന്നത്, അത് ഏത് വർഷമാണ്, 1809 ജാനുവരി 11 ആണ് കുണ്ടറ വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ചിട്ട് വേലുത്തമ്പിയായിരുന്നു ആഹ്വാനം ചെയ്തത്. കുറിച്യർ കലാപം 1712 അതിൻ്റെ നേതാവ് രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പനാണ്. അതുപോലെ തന്നെ പഴശ്ശി കലാപം, പഴശ്ശിയുടെ തന്ത്രങ്ങൾ, ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പഴശ്ശിയെ പിടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിൽ ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റി ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ക്ലാസ് പഠിച്ചു തീരുമ്പോഴേക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ ഈ ഒരു നവോത്ഥാന നായകന്മാരെയെല്ലാം കാണാതെ തന്നെ നിങ്ങളത് പഠിക്കും ഈ ഒരു ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്ററിലോട്ട് കടക്കാൻ വൈകിക്കാതെ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലുമിതു നീ കാറായില്ലല്ലോ യോഗപ്പെണ്ണെ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. ഇത് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്നതിൽ നിന്നുള്ള വരികളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പണ്ഡിറ്റ് KP കറുപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് എന്ത്, ജാതിക്കുമ്മി ആരുടേതാണ്, പണ്ഡിറ്റ് കറുപ്പൻ്റെ. അത് മറക്കരുത്. ചിലപ്പോൾ ഈ ലൈനൊക്കെ തന്നിട്ട് നാൽക്കാലികളെക്കാളും താഴെയാണ് ഇക്കാണും മാനുഷ സോദരൻ, ഇതൊക്കെ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ ജാതിക്കുമ്മിയിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. ഈ ഒരു വരികൾ അതിലെയാണ്, ജാതിക്കുമ്മി, പണ്ഡിറ്റ് KP കറുപ്പൻ. നാം ഇന്ന് കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹ്യ തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ആളുകൾ എങ്ങനെയായിരുന്നു, അവർ ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു സാമൂഹ്യ പദവി നൽകിയിരുന്നത്. പണ്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്, തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു, സഞ്ചാരവിലക്ക്, ചില സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ല, അല്ലെങ്കിൽ അമ്പലങ്ങളിലൊന്നും പോകാൻ പാടില്ല, അങ്ങനെയുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചാര വിലക്ക്, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, അങ്ങനെ അന്നത്തെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പോലെ സമത്വമോ തുല്യതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ ഒരുപാട് നവോത്ഥാന നായകന്മാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കൊടുക്കുന്ന എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊട്ടും നമ്മൾ വിട്ട് കളയാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. നമുക്ക് ആരൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. സാമൂഹിക പരിഷ്കർത്താക്കളും അവയുടെ പ്രസ്ഥാനങ്ങളിലും ഫസ്റ്റ് നിൽക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അദ്ദേഹം എന്തിനെതിരായിരുന്നു, വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അതല്ലാതെ നമ്മൾ വൈകുണ്ഠസ്വാമികളെ പറ്റി ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ സമത്വ സമാജം, സമപന്തി ഭോജനം, തൂവയൽ പന്തി കൂട്ടായ്മ, ഇതെല്ലാം നമ്മൾ പഠിക്കും. അതെല്ലാം നമ്മളെ പ്രീവൈക്യു സീരീസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് വൈകുണ്ഠസ്വാമിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് എന്നൊരു ചോദ്യവും കൂടി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികളാണ്.
അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അപ്പോൾ ചാവറേൻ്റെ എന്താണ് എന്താ പറയുക, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച വ്യക്തി ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. ഓക്കെ, അപ്പോൾ അനാഥാലയം വിദ്യാലയമൊക്കെ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമിയിൽ പഠിച്ചെന്തായിരുന്നു? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളായിരുന്നു. നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകാം. അടുത്തത് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനിയായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിനുമെതിരെ പോരാടി. എന്തിനു വേണ്ടിയാണ് പോരാടിയത്? അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അപ്പോൾ അദ്ദേഹമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തിയാവുക, അങ്ങനെ ഒരു കോട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ആരുടെ വരികളാണത്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ അദ്ദേഹം ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും. എവിടെയാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്? അരുവിപ്പുറത്ത്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാസ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ജാതിഭേദമോ മതദ്വേഷമോ ഒന്നുമില്ല, എല്ലാവരും ഇവിടെ സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു ക്ഷേത്രത്തെ, അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയ ആ ഒരു ക്ഷേത്രത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. ഏത് പ്രസ്ഥാനമാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ആരെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ദർശനങ്ങളെല്ലാം സ്വാധീനിച്ചത്? ആരെയൊക്കെയാണ്? സഹോദരൻ അയ്യപ്പൻ, കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ, ഇവരെയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു പരിഷ്കർത്താക്കളേക്ക് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമിയെ നോക്കി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ നോക്കി, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ നോക്കി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വാക്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും അദ്ദേഹത്തിൻ്റേതാണ്. അടുത്ത വ്യക്തിയാണ് അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. അദ്ദേഹം എന്തിനൊക്കെയാണ് പോരാടിയത്? അടിസ്ഥാന ജനവിഭാഗങ്ങൾ, വളരെ താഴ്ന്ന തട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ, ആത്മാഭിമാനത്തിനും അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, ഇതിനെല്ലാം വേണ്ടി അദ്ദേഹം പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം. അദ്ദേഹം എന്തിനൊക്കെ പോരാടി? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, ഇതിനൊക്കെ പോരാടിയ വ്യക്തിയാണ് അയ്യങ്കാളി. അപ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഇത്രയും ആളുകളെ പഠിച്ചു. അടുത്ത ഒരു വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദേവസഭ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാനിൻ്റെ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷരക്ഷാ ദേവസഭ. നമ്മൾ സാധുജന പരിപാലന യോഗം നോക്കി, ആരുടേതാണത്? അത് അയ്യങ്കാളിയുടേതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടേതാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അപ്പോൾ പ്രത്യക്ഷരക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാനിൻ്റേതാണ്. പൊയ്കയിൽ യോഹന്നാൻ.
അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. അപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്ത വ്യക്തി ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ജാതീയത, അടിമത്തം എന്നിവയ്ക്കെതിരെ പോരാടിയതാരാണ്? പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെത് പ്രത്യക്ഷരക്ഷ ദൈവസഭ. അപ്പോൾ ജാതി വ്യവസ്ഥ, യുക്തിരഹിത ആചാരങ്ങളെല്ലാം ചട്ടമ്പി സ്വാമികളാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. അടുത്ത വ്യക്തി മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു? പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ. അതുപോലെ തന്നെ നായർ സമുദായത്തിൻ്റെ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണെന്ന് നോക്കാം. നായർ സർവീസ് സൊസൈറ്റി, NSS, നായർ സർവീസ് സൊസൈറ്റി ആരുടേതാണ്? മന്നത്ത് പത്മനാഭൻ്റേതാണ്. VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം അദ്ദേഹം രചിച്ചു. പ്രസ്ഥാനം ഏതാണ്? യോഗക്ഷേമ സഭ. അപ്പോൾ നമ്പൂതിരി സമുദായ പരിഷ്കർത്താവുമാണ്, സാമൂഹിക പ്രവർത്തകനാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അപ്പോൾ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരുടേതാണ്? ഓർത്തോക്കുക. സാധുജന പരിപാലന സംഘം ആരുടേതാണ്? അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ വാക്യമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പോവുക. നായർ സർവീസ് സൊസൈറ്റി ആരുടേതാണ്? അപ്പോൾ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതൊരു നാടകമാണ്, VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രസ്ഥാനം അരയ സമാജം. നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ ചെറിയൊരു വരികളോട് കൂടിയാണ് പറഞ്ഞത്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് ജാതിക്കുമ്മി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് അരയ സമാജം. അരയ സമാജം ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ്റേത്. ജാതിക്കുമ്മിയും അദ്ദേഹത്തിൻ്റേതാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ നായർ സമുദായത്തിന് വേണ്ടി മന്നത്ത് പത്മനാഭനും നമ്പൂതിരിമാർക്ക് വേണ്ടി VT ഭട്ടതിരിപ്പാടൊക്കെ പഠിച്ചു. അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ാണ്. അത് എന്താണ് ആ ഒരു പത്രത്തിൽ? രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിപ്പെടുത്തിയ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അപ്പോൾ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രം, ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാഗ്ഭടാനന്ദൻ. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം. ഇപ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരും. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, അതായത് യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരുടേതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിൻ്റെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. NSS ആരുടേതാണ്? അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി ആരുടേതാണ്? മന്നത്ത് പത്മനാഭൻ്റേതാണ്. അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകത്തിൻ്റെ പേര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അയ്യങ്കാളിയുടെ ഏതായിരുന്നു? സാധുജന പരിപാലന സംഘം. വൈകുണ്ഠസ്വാമിയെ പറ്റി നമ്മൾ പഠിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ അരയ സമാജം, ജാതിക്കുമ്മി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ ബോക്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾ ഈ കൂടെ തന്നെ പഠിച്ചു പോയിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു.
ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു? ദാക്ഷായണി വേലായുധൻ, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി, പാർവതി നെന്മേനിമംഗലം. ഇവരെല്ലാം ആ ടൈമിലൊക്കെ പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളും നേതാക്കളും എന്നുള്ള ഈ ഒരു പോർഷനിൽ വരുന്നത്. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. മേൽമുണ്ട് സമരം. എല്ലാ മതത്തിലുള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്ത് കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്ക കൊണ്ടു വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നു കൊള്ളുകയും വേണം. തന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പം സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിയത് ആരാണ്? തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ മേൽമുണ്ട് സമരത്തിന് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം വിളംബരത്തിലൂടെ പുറപ്പെടുവിച്ചത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഏത് വിഭാഗക്കാർക്ക്? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള ഒരു മാറുമറയ്ക്കുക എന്നുള്ള ഒരു നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത്. അപ്പോൾ ചാന്നാർ സ്ത്രീകൾക്ക് എപ്പോഴാണ് ഈ ഒരു വിളംബരം? ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1859 ജൂലൈ 26 ആരാണ്? തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. നമ്മൾ ചാന്നാർ ലഹള എന്നൊക്കെ പറഞ്ഞു പറയുമല്ലോ, ഈ മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നതും സെയിം തന്നെയാണ്. 1859 ജൂലൈ 26. അടുത്തത് വൈക്കം സത്യാഗ്രഹം. അയിത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരുന്നത്. എന്താണ് എഴുതിയത്? അയിത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഏത് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്? വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെയാണ്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. എന്തിനെതിരെ? സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെയാണ് കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 മാർച്ച് 30. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യാഗ്രഹം നയിച്ചവരാരെല്ലാം? ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ
അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പം വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു സമരം. വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ് തുടങ്ങിയത്? 1924 മാർച്ച് 30-നാണ്. ഇതെപ്പോഴാണ് അവസാനിച്ചത്? അതിൽ ഈ ഒരു ഈ ക്ഷേത്രത്തിലേക്കുള്ള 3 വശങ്ങളിലോട്ടുള്ള റോഡുകളൊക്കെ തുറക്കാം എന്നുള്ള ആ ഒരു ഇത് വന്നത് 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23-ന്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ തന്നെ ഇതെപ്പോഴാണ് ഈ ഒരു വഴി 3 വശങ്ങൾ കൂടിയുള്ള റോഡുകളൊക്കെ തുറന്നു കൊടുത്ത ഡേറ്റ് 1925 നവംബർ 23. ഈ ഡേറ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബോർഡ് ഐത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നാണ് വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ കൊടുത്തിട്ടുള്ള ബോർഡിൽ എഴുതിയിരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ TK മാധവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇത് സവർണ ജാഥ എന്നറിയപ്പെടുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണ ജാഥ നടന്നത്. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഇതും വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ടാണ് സംഘടിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതായത് എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം, അതായത് ക്ഷേത്രപ്രവേശനവുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ്. K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1-ന് സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ ആരാണ് നേതൃത്വം നൽകിയത്? K കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. എപ്പോഴാണ് ഈ ഒരു സത്യാഗ്രഹം ആരംഭിച്ചത്? 1931 നവംബർ 1-ന്. 1931 നവംബർ 1-നാണ് ആരംഭിച്ചത്. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. പിന്നെ P കൃഷ്ണപിള്ളയെയും അവർ ആക്രമിക്കുകയാണ് ചെയ്തത്. K കേളപ്പൻ ക്ഷേത്രത്തിനു മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസം അവസാനിപ്പിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് K കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് ആരംഭിച്ചത്? 1931 നവംബർ 1-നാണ് ആരംഭിച്ചത്. ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? K കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. അതുപോലെ തന്നെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, പിന്നെ P കൃഷ്ണപിള്ളയും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ K കേളപ്പൻ മരണം വരെ ഉപവാസം ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സത്യാഗ്രഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ ജനഹിത പരിശോധനയും ഇതിനെ തുടർന്ന് നടത്തി. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് വേണ്ടി അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവായ കെ കേളപ്പൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വോളണ്ടിയർ ക്യാപ്റ്റനായിട്ടുള്ള AK ഗോപാലൻ്റെ ചിത്രവും അതുപോലെ തന്നെ P കൃഷ്ണപിള്ളയുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. പിന്നെ C കേശവൻ, ഇനി നമ്മൾ ആ ഒരു വ്യക്തിൻ്റെയും കൂടി പഠിക്കും. ആധുനിക കാലത്തെ മഹാത്ഭുതം. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. അപ്പം ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എപ്പോഴാണ്? 1936, ഡേറ്റ് നവംബർ 12 ഇമ്പോർട്ടൻ്റ് ആണ്. 1936 നവംബർ 12 ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. എല്ലാവർക്കും കൊടുത്തത് എപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം? 1936 നവംബർ 12. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജി എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി വിശേഷിപ്പിച്ചത്? ആധുനിക കാലത്തെ മഹാത്ഭുതമെന്നാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് C കേശവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാലിയം സത്യാഗ്രഹമാണ്. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം 1947-48 കാലഘട്ടമാണ്. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. C കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ പാലിയം സത്യാഗ്രഹം 1947-48 ആ ഒരു കാലഘട്ടത്തിലാണ്. C കേശവനാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്തു. പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരെ പറ്റി പഠിച്ചു. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, അതുപോലെ തന്നെ സവർണ ജാഥയെ പറ്റിയെല്ലാം പഠിച്ചു. സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നവോത്ഥാനനായകന്മാരെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രസ്ഥാനങ്ങൾ പഠിച്ചു. അവർ പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ കാര്യങ്ങളും, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, NSS, അങ്ങനെ പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈക്കം സത്യാഗ്രഹം എപ്പോൾ തുടങ്ങി, എന്താണ് കാരണം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ആരാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ തീർന്നിട്ടില്ല. ഇനിയും ഇതിൻ്റെ 3ാമത്തെ പാർട്ടോടുകൂടി മാത്രമേ ഈ ഒരു ചാപ്റ്റർ തീരുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.